ഇത് മത്തങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ഇവിടെ ചെറിയ മത്തങ്ങയുടെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിനുള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ മത്തങ്ങ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ 5-6 പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിലിനുള്ളിൽ തന്നെ മത്തങ്ങ വെന്ത് കിട്ടും. ഈ മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതിയാകും. പിന്നെ 1/4 ടീസ്പൂണ് ജീരകം. ഇത്രയും കൂടെ നല്ലോണം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മത്തങ്ങയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളപ്പിക്കേണ്ട, ഒരു തിള വന്നാൽ മതിയേ. അപ്പോൾ മത്തങ്ങക്കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.